എൻ്റെ പേര് സബീർ. ഞാൻ ചിറയൻകീഴിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ചെവി വേദനയായിട്ട് ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. യാതൊരു കുറവുമില്ല. അങ്ങനെ SP മെഡിഫോർട്ടിൽ വരികയും പണിക്കര സാറിനെ കാണുകയും നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ചെവിക്ക് ഉള്ളിലൊരു ട്യൂമർ കണക്ക് വരികയും അത് ഓപ്പറേഷൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ക്ലിയറാക്കി തരികയും ചെയ്തു. സാറിൻ്റെ അടുത്ത് കടപ്പാട് പെട്ടിരിക്കുന്നു. SP മെഡിഫോർട്ടിലെ സ്റ്റാഫുകളും നല്ല വൃത്തിയായിട്ടാണ് അത് കൈകാര്യം ചെയ്തത്. ഈ സാധാരണഗതിയിൽ നമ്മുടെ കാതിനകത്തും നെർവ് സെല്ലുകൾ പ്രത്യേകിച്ചുണ്ട്. ആ നെർവ് സെല്ലിൻ്റെ ചുറ്റുപാടുമുള്ള പാരാഗാംഗ്ലിയോൺ സെല്ലിൽ നിന്നുണ്ടാകുന്ന ഒരു ട്യൂമറാണ്. പക്ഷേ അത് ക്യാൻസർ അല്ല, ബിനൈൻ ട്യൂമറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് രക്തക്കുഴലുകൾ വളരെ കൂടുതലാണ്. ഭയങ്കര രക്തോട്ടം കൂടുതലുള്ള, ചെറുതാണെങ്കിൽ പോലും അത് വളരെ കൂടുതലാണ്. അത് പലപ്പോഴും കാതിൽ ഒരു എരപ്പായിട്ടാണ് സിംറ്റം തുടങ്ങുക. മോളൽ ടിനിറ്റസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുന്ന പേര്. അതുകൂടാതെ അത് ചിലപ്പോൾ അത് ക്രമേണ വളരെ വലുത് ഡയഫ്രത്തിനെ പൊട്ടി വെളി വരികയാണെങ്കിൽ അത് ബ്ലീഡിങ്ങിനുള്ള സാധ്യതയുണ്ടാവും. അതിൽ കൂടുതൽ വളരുകയാണെങ്കിൽ കേൾവിക്കുറവ്, ആന്തരികരണത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് കേൾവിക്കുറവ് ഉണ്ടാക്കാം. ചില അപൂർവം ചില കേസുകളിൽ മുഖത്തോട്ടുള്ള ഫേഷ്യൽ നെർവ് എന്ന് പറയുന്ന നെർവ് വരുന്നത് കാതിനകത്തൂടെ. അപ്പോൾ അതിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിന് കോടൽ, ഇങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേഷനിലോട്ട് അത് പോകാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പതുക്കെ ഇത് വളരത്തോളൂ എങ്കിലും കംപ്ലീറ്റ് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ക്രമേണ വളർന്നുകൊണ്ടേയിരിക്കും. അവിടെ ലോക്കലി ഇൻവേസീവ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു സർജറി എന്ന് പറയുന്നത് വളരെ മൈക്രോസ്കോപ്പിൽ നമ്മൾ ചെയ്യുന്ന ഒരു വളരെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഇതാണ്. കാരണം ആ സമയത്ത് മറ്റേ ശബ്ദത്തിനെ ഉള്ളിലോട്ട് കൊണ്ടുവന്ന ചെറിയ ബോണുകളൊക്കെ ഉണ്ട്, അതൊന്നും തകരാറ് വരാൻ പാടില്ല. മുഖത്തിൻ്റെ ഈ നെർവിന്, ഫേഷ്യൽ നെർവിന് തകരാറ് വരാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു സർജറിയാണ്. അത് വളരെ അപൂർവമല്ലെങ്കിലും അത് അത്ര കോമൺ അല്ലാതാണ്. അപ്പോൾ അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർ ചെയ്യേണ്ട ഒരു സർജറിയാണ്. നമുക്ക് ബ്ലീഡിങ് കൂടുതലുള്ള ട്യൂമർ ആയതുകൊണ്ട് അത് ചെയ്യുമ്പോൾ അത് നൂതനമായ സംവിധാനങ്ങൾ ഉള്ള സ്ഥലത്ത് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ചും നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് സങ്കീർണവും അതിനൂതനവുമായിട്ടുള്ളതാണ് നമുക്കിവിടെ ഉള്ളത്. ലേക്ക എന്ന് പറയുന്ന കമ്പനിയുടെ മൈക്രോസ്കോപ്പാണ്. പിന്നെ അത് കൂടാതെ ഇവിടെയുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ളതും സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ആയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് നമുക്കത് ഇവിടെ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. അതുകൂടാതെ തന്നെ ചെവിയുടെ ഏത് ടൈപ്പ് സർജറിയും, കോക്ലിയർ ഇംപ്ലാന്റ്, മാസ്റ്റോഡക്ടമി തുടങ്ങിയ സ്റ്റെപ്പിഡക്ടമി തുടങ്ങിയ ഏത് ടൈപ്പ് സർജറി ചെയ്യാനുള്ള നല്ല സംവിധാനങ്ങളും നമുക്കിവിടെ ഉണ്ട്. SP Medifort, you first, always.